പ്രിയമുള്ളവരെ, കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 10 നിർദ്ദേശങ്ങൾ യൂത്ത് കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻസാർ കൈപ്പുള്ളി, അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറിമാരായ സുദിൻ കക്കറ, സലാം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സജിനു എന്നിവരൊക്കെ പങ്കെടുത്തു. അതിൻ്റെ ചെറിയൊരു വിവരം. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് കരുവാരകുണ്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. അതോടൊപ്പം 10 നിർദ്ദേശങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് അടുത്തുള്ള കടകളിൽ മിന്നൽ പരിശോധന നടത്തുക, അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അതിർത്തികളിൽ വാഹന പരിശോധന കർശനമാക്കുക, പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ RRT ടീം ഉപയോഗിച്ച് സ്കൂൾ വർക്ക് നടത്തുക എന്നിങ്ങനെ അടങ്ങിയ 10 നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി യുവാക്കളുടെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ അത് സാധ്യമാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലൊരു ആന്റി ഡ്രഗ്സ് കോഡിനെയൊക്കെ പഞ്ചായത്തിന്റെ കീഴിൽ, തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഒരു പ്രത്യേക ഒരു സ്കോഡ് രൂപീകരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി പോകാം. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ലഹരികളുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും വളരെ പരസ്യമായി എന്നോണം നാട്ടിൽ വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു ഭയമുള്ളൊരു കാലം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഈ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെയും ഒപ്പം പഞ്ചായത്തിന്റെയും പോലീസിന്റെയും എല്ലാം സഹായം പഞ്ചായത്ത് ലഹരി ഉപയോഗത്തിലും ലഹരി വിൽപ്പനയിലും പ്രാരംഭഘട്ടത്തിലാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. കഴിഞ്ഞ വർഷത്തിലാണ് നമ്മുടെ ഒരു സുഹൃത്ത് ലഹരി ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായത്. നമ്മളെല്ലാം കണ്ടവരാണ്. ഇനി ഒരിക്കലും ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രം വെച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ കോവിഡിന്റെ കാലത്ത് ചെയ്ത പോലെ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും RRT ടീം പോലെ ഒരു ടീമിനെ സജ്ജമാക്കി ആ ഭാഗത്തുള്ള ലഹരി ഉപയോഗിക്കുന്നവരാരൊക്കെയാണോ, ലഹരി വിൽപ്പനക്കാരൊക്കെയാണോ എന്ന് ആദ്യം കണ്ടെത്തി രഹസ്യമായി ആ വിവരം ആ ടീമിനെ അറിയിച്ച് അവരെ കൃത്യമായ നിയമ നടപടിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. വളരെ നമുക്ക് കാണി കിടക്കുന്ന പാടങ്ങൾ, അതേപോലെ ഗ്രൗണ്ടുകൾ, രാത്രി കാലങ്ങളിൽ ഒഴിഞ്ഞ ഗ്രൗണ്ടുകളിലും കുഴമ്പാലികളിലും ബസ് സ്റ്റാൻഡിലും ലഹരി മാഫിയ സംഘങ്ങൾ വിലസുന്നുണ്ട്.